வண்ணத்தாமரையே உன் எண்ணத்தில் சிறையே கார்மேகத்தில் உயிர் பூக்கும் மழையே வண்ணத்தாமரையே உன் எண்ணத்தில் சிறையே கார்மேகத்தில் உயிர் பூக்கும் மழையே கொஞ்சம் மொழி பாவையே கெஞ்சும் விழி பார்வையே நெஞ்சம் காற்றோடு காயும் தனியே வழிகள் சொல்லும் விழிகள் இங்கு கரையோ விழிகள் சொல்லும் மொழிகள் இங்கு உரையோ மொழிகள் சொல்லும் கவிகள் இங்கு சிறையோ கவிகள் சொல்லும் விழிகள் இங்கு பிறையோ என் செல்லமா நீ என் செல்வமா பதில் நீ சொல்லம்மா என் உயிர் காதல் கண்ணம்மா நாணங்களோ நகர்ந்திடும் மேகங்கள் குழலோ கோலங்களோ வரைதிடும் பாதங்கள் மலரோ காலங்கள் மாதங்கள் போனாலும் தேயாது வானம் பார்த்து கிடந்தேனே மழையாய் வந்து விழுந்தாயே வழி துணையே நீயே கண்டேன் என்னுடையவளை தந்தேன் மிச்ச உயிரை கண்டேன் என்னுடையவனை தந்தேன் மிச்ச உயிரை உற்று உன்னை பார்க்கையிலே தோற்று கிடைத்த தனிமையினை கற்று தந்த காதல் வழி விட்டு போனதே ஊர் கூடும் நல்ல நல்ல தளங்கள் எல்லாம் உன்னை கூட்டிக் கொண்டு கை கோர்த்து கொண்டு இதை சேர்த்து வைக்க நல்ல இடங்களை நாம் வா தேடி தேடி போவோம் கண்டேன் என்னுடையவளை தந்தேன் மிச்ச உயிரை போல எப்போதும் இருப்பாயா உச்சபட்ச ஆசை கொண்டேனே உன்னிடத்தினிலே வெட்கம் குளிர் எது வந்தாலும் மிதமாக இணைப்பாயா திக்கு முக்கு ஆடி போகின்றே Gari
എല്ലാവരെയും, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും, ഇനി വരാനിരിക്കുന്നവർ കുറച്ച് പേരുണ്ട്, എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു സംഗീത് ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തതായിട്ട് ഒന്ന് അറിയിക്കുകയാണ്. ഒന്ന് കൈകൊട്ടിയ നമുക്ക് ഒരു സ്റ്റാർട്ട് കൊടുത്ത്. യെസ്, താങ്ക് യു. അപ്പോൾ we have gathered here to celebrate the Sangeet function of Needu and Jachin, as we have already mentioned. നീതുവും ജജിന്തോടെ വളരെയധികം ബിസി ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഡസൻ മാറ്റർ. നമുക്ക് എന്തായാലും നമ്മുടെ ഫോർമൽ ഫംഗ്ഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനായിട്ട് ഒരു സോങ് ആയാലോ? ഓക്കെ, യെസ്, ഒരു മെലഡിയസ് സോങ് ആവാം. ഓക്കെ, അപ്പോൾ രഞ്ജു വെൽക്കം ചെയ്തോളൂ. ആരാണ് എന്താണെന്നൊക്കെ ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് ഒരു മെലോഡിയസ് സോങ്ങിന് വേണ്ടി സ്വരാജിനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. യെസ്, ഹാപ്പി വെൽക്കം സ്വരാജ്. ഒരു മഴവില്ലിൻ നീളം വർണ്ണം പോയി തൂവൽ കവിളിണയിൽ നിൻമായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാത്തടഞ്ഞു സ്വരജതിയിൽ ഈ മൗനം വാചാരം സാഗരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ബാബുകളെ കൊന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ നീ മൂടുമോ വെൺപനിമതിയടിയിൽ മലരുളി അഴകിലെ നാളങ്ങളിൽ നിൻ കനവുകൾ നിറയ താരകങ്ങളെ കണ്ട കവിളിണയിൽ ആരാരുമേ തേടാത്ത നിന്നൊരു നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോലും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലെനി പ്രിയ സമ്മതം മൂളുമോ മനതാരിൽ അഴിനിക്കിനി ഇണയാവാൻ പോരുമോ ഭാരമാകുന്ന തോണിയിൽ നമ്മളിന്നിതാ ചേരവേ പിരിഞ്ഞെത്തുന്നൊരായിരം ജാലമെന്നിരുന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ നീ മൂടുമോ വെൺപനിമതികളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുക ഒരു മഴവില്ലിൻ നീളം വർണ്ണം പോയി താങ്ക് യു സ്വരാജ്, താങ്ക് യു. നമുക്ക് ഒരു പാട്ട് കഴിഞ്ഞ ഒരു ഡാൻസ് അതങ്ങനെയാണല്ലോ അല്ലെ, ഒരു പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു ഡാൻസ് ആണ്. അപ്പോ നമ്മള് ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള നമ്മുടെ ബ്രൈഡിന്റെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള ടീം അവതരിപ്പിക്കുന്ന, യെസ്, അഞ്ജു ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ഒരു ഡാൻസിലേക്കാണ്. അതുണ്ടായിരുന്നാ മതി. ഓക്കെ, ബ്രൈഡ് ടീം മോശമാണെന്ന് ആരും പറഞ്ഞിട്ട് പോകാൻ പാടില്ല, നമുക്ക് അത്രേ ഉള്ളൂ.
தந்தி அடிக்குது மாமன் அடிக்கும் பத்தரட்டம் டம் பத்தரட்டம் டம் तू होगी 1 to 2 ओके 1 to do ओ होगी मुंडे दी पतंगा वर्गी तू एवें उड़दी ओ होगी मुंडे दी हिला ते चलदी टुक टुक तू करदी मेकअप तू करदी अंग्रेजी पढ़दी गिट पिट तू करदी मैं कोई नहीं सादी विक्टोरिया तू कैंडी बिग बैन दी पूरा लंदन ठुमकदा ओ जदों नचे पैन दी पूरा लंदन ठुमकदा तू कैंडी बिग बैन दी पूरा लंदन ठुमकदा ओ जदों नचे पैन दी पूरा लंदन ठुमकदा ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എന്തിന്നര വീണയിലീണം നീട്ടാൻ പങ്ങളെയു വേഗം ഉന്മാദകായിലേ നെഞ്ചീര കണ്ണാനേ എൻ കണ്ണിൽ പത്തൻ തങ്കക്കോലം തന്നെ തുറന്നോ നല്ല മാമൂവിൻ മഴപോലും കവിതല്ലിയിൽ എന്റെ പ്രണയത്തിൻ സമ്മാനം കൊടുക്കും ഞാനണി പുറമഞ്ഞ് പൊതിയുന്ന പൂങ്കാവു നീയണി തുമ്പകളിൽ തുമ്പി വന്ന് തൊട്ടു പൂവോ നാണത്താൽ കണ്ണു പൊത്തിയോ കന്നിവയൽ തുമ്പകളിൽ തുമ്പി വന്നു തൊട്ടു പൂവോ നാണത്താൽ കണ്ണു പൊത്തിയോ കായൽ വരപ്പിലെ കാക്കാല കണ്ടിനും കണ്ണിൽ കണ്ണിൽ കാണാത്തിനാരം പണ്ടും നിന്നോടായി പിണങ്ങി ഞാൻ വെറുതെ തീരത്തും
ചായുന്ന പൂഞ്ചില്ലൊന്നുലച്ചു പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു തീരത്ത് ചായുന്ന പൂഞ്ചില്ലൊന്നുലച്ചു പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു വെള്ളിനിലാവിൻ വെൺപട്ടു ചൂടും ആറിപ്പൂമണി മാറി അല്ലികൾ തൂങ്ങിയ വെള്ളാമ്പൽ പൂകൾ ആദിപ്പൂമിഴി നീട്ടുമ്പോൾ നാടൻ പാട്ടിൽ മറുമണം ലാ 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 ലാ. ഒരു നിറഞ്ഞ കയ്യടി കൂടി നമുക്ക് അവർക്ക് കൊടുക്കണം. കാരണം അവർ എന്നോട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ 4 ദിവസം കൊണ്ട് തട്ടിക്കൂട്ടി ഒരു ഡാൻസ് കളിക്കാൻ വരുന്നതാണ് എന്നുള്ള രീതിയിൽ എടുത്തു പറഞ്ഞായിരുന്നു. ഇത് 4 ദിവസത്തെ ഒരു പെർഫെക്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയൊരു ഇവര് പൊളിച്ചെടുക്കാൻ കച്ച കെട്ടി വന്നവരാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അടിപൊളി ഗൈസ്, വൺസ് അഗൈൻ ഒന്നുകൂടി നല്ല രീതിയിൽ ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാതെ അടുത്തൊരു ഗെയിമിലേക്ക് പോവുകയാണ്. ഇത്തവണ നമ്മള് ബ്രൈഡിനെയും ഗ്രൂമിനെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു എന്റർടൈനിങ് സെഷൻ. ഓക്കെ, നമുക്ക് പലർക്കും പരിചിതമായിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും അല്ലെ റിഞ്ചു? ഷൂ റേസ് ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ചെരുപ്പൊക്കെ പൊക്കി പിടിച്ച് കാണിക്കേണ്ട ഒരു തരം ഇവന്റ് ആയിരിക്കും ഇത്. എന്നാലും നമുക്ക് അത് എത്രത്തോളം ഭംഗിയായിട്ട് പോകും, അവരുടെ ചെരുപ്പതി കണക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം, ഒരെണ്ണം എക്സ്ചേഞ്ച് ചെയ്യുക. അതായത് ജയുടെ ഒരു ചെരുപ്പ്, സോറി ഞങ്ങള് പലരും ജെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ജച്ചേന്ദ് എന്നുള്ള പേര് പൂർണ്ണമായിട്ട് വിളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓരോ തവണയും. അപ്പൊ അതുകൊണ്ട് അല്ലേ ജെ, അപ്പൊ അതുകൊണ്ട് ജയുടെ ഒരു ചെരുപ്പ് നീതുവിന് കിട്ടി, നീതുവിന്റെ ഒരു ചെരുപ്പ് ജയ്ക്ക് കിട്ടി. ഇതൊരു ശുഭാരംഭം ആയിരിക്കട്ടെ. ചെരുപ്പുകൾ എക്സ്ചേഞ്ച് ചെയ്ത് ജീവിതം തുടങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നീതു വാൺ ചെയ്തിരിക്കുകയാണ്, തിരിഞ്ഞു നോക്കരുത്, കോപ്പി അടിക്കരുത് എന്നൊക്കെ പറയാണ്. ചെരുപ്പ് മാറി ഇപ്പൊ അടി കിട്ടുമെന്നാണ് തോന്നുന്നത്. കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല കല്യാണം കഴിയുന്നവരെ കാത്തു നിൽക്കേണ്ടി വരുമെന്ന്. നീ ഇന്ന് തന്നെ അടിച്ചു മടക്കി പെട്ടിയിലാക്കുമോ? മാക്സിമം കറക്റ്റ് ആക്കാൻ നോക്കുക. അല്ലെങ്കിൽ ജെ അറിയാലോ, പെങ്ങളായോണ്ട് പറയണല്ല, ഒരേ ഒരെണ്ണേ ഉള്ളൂ. എന്തായിരിക്കും പ്രതികരണം അറിയില്ല. മതിയല്ലോ അല്ലേ? അതെ മതിയല്ലോ. ഓക്കെ, അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രഞ്ജു, പ്ലീസ് ഗോ ഓൺ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ്? ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിരുന്നു അല്ലേ? കറക്റ്റ് ആയിരുന്നു. ഓക്കെ ഫൈൻ. Okay, next question. Who is more possessive? Let me see. Yes, Tirupati work ആവുന്നു guys. Fine. Okay. ചേട്ടൻ എന്താ തിരിഞ്ഞു നോക്കാൻ പേടിയാണ്? തിരിഞ്ഞു നോക്കുന്നില്ല എന്തിട്ടി? ചേട്ടന് ചെറിയ പേടിയാണ്. Okay, ശരി. അപ്പോൾ നമുക്ക് തേർഡ് വണ്ണിലേക്ക് പോകാം. രഞ്ജു. Who was more romantic? ഇവര് തമ്മിൽ എന്തോ ഒരു കോഡിംഗ് ഉണ്ട്. എൻക്രിപ്റ്റഡ് ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യുന്ന പോലെ എന്തോ ഒരു പരിപാടിയാണ്. ഞാൻ വിചാരിച്ച പോലെ പോകുന്നില്ല. എനിക്ക് വേണ്ടത് ഇതാണ് പറഞ്ഞത്. നീതു ഉള്ള വീട്ടിലിരുന്ന് നമ്മൾ ഒരു പരിപാടിയും
പ്ലാൻ ചെയ്യരുത് എന്ന്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല രാമനാരായണ നീതു പറയുന്നത്. ഓക്കെ ഓക്കെ ശരി ശരി ശരി, ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നീതു. ഓക്കെ ശരി, അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഈസ് മോർ ലൈക്ലി ടു സ്റ്റാർട്ട് ആൻ ആർഗ്യുമെന്റ്? നീതു വളരെ കോൺഫിഡന്റ്. നമുക്കറിയാം അത് വട്ടിയൂർക്കാവിലുള്ള ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. നീതു തന്നെയാണ്. ഓക്കെ, അതിനൊരു സോറി ജയ ആണ്. അപ്പൊ എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ജയ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നീതുവിനെ കടത്തി വെട്ടിയിരിക്കുകയാണ്. കൊള്ളാം വിളിയാ കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ആർഗ്യുമെന്റ് കഴിഞ്ഞു. ഓക്കെ, ഹൂ ഈസ് ദി ഫസ്റ്റ് ടു അപ്പോളജൈസ്? യെസ്, അപ്പൊ അപ്പോളജൈസ്. എനിക്ക് വയ്യ, എല്ലാം ചെയ്ത് തന്നെ. ഞാൻ എന്താ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞ പോലെയാണ് ചെയ്യാൻ. ഞാൻ തന്നെ തുടങ്ങും, ഞാൻ തന്നെ അവസാനിപ്പിക്കും. ഓക്കെ, വെരി ഗുഡ് ഫൈൻ. അപ്പൊ ഇതുവരെ ഇവര് തമ്മിലുള്ള ഐക്യം വളരെ ഭംഗിയേറിയതാണ്, അല്ലെങ്കിൽ വളരെ എന്താ പറയാ എക്സലന്റ്. ഇറ്റ് ഈസ് എന്താ പറയാ ഒരു സർപ്രൈസിങ് എലമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എനിവേസ്, അപ്പൊ ഇവർ പരസ്പരം വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, ഞാൻ വായിക്കട്ടെ. സോ അപ്പൊ ആർഗ്യുമെന്റും അപ്പോളജൈസിംഗും ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ഹു ഈസ് മോർ എക്സൈറ്റഡ് അബൌട്ട് ദ വെഡിങ്? Who is more excited about the wedding? Okay, അവിടെ ഒരു ചെറിയ ഒരു ഡിസ്പാരിറ്റി വന്നിട്ടുണ്ട്. നീതു അത് രണ്ടുപേർക്കും കൊടുത്തു. രണ്ടുപേർക്കും കൊടുക്കുന്നു. ചേട്ടൻ പറയുന്നത് ചേച്ചി എക്സൈറ്റഡ് അല്ല എന്നാണ്. എന്താണ് പറയാനുള്ളത്? ജയോട് ഞാൻ ഒരു കാര്യം പറയാം. നൂറുമാതയിൽ എക്സാം എടുത്ത് കോപ്പി അടിക്കുന്ന പോലെ അല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ട് ആ രണ്ട് ചെരുപ്പ് പൊക്കുന്ന പരിപാടി. ഇതിനൊരു എക്സ്പ്ലനേഷൻ വേണം. നമുക്ക് ചോദിക്കാം, ജയോട് ചോദിക്കാം. ജയോട് തന്നെ ഫസ്റ്റ് ചോദിച്ചു. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാം. ശരി, എന്റെ പെങ്ങൾ എന്ത് പറയുന്നു നോക്കാം. അതായത് നീതു പറയുന്നത് എനിക്ക് മനസ്സിലായിടത്തോളം, നീതു ഇതുപോലെ ഒരു ഡിസ്പാരിറ്റി വന്നു കഴിഞ്ഞാൽ ഞാനൊരു റീസൺ പറയും. ആണ് എന്നല്ലാണ്ട് മറ്റൊരു വാക്ക് ഇവിടെ പറയരുതെന്ന് നീതു നേരത്തെ. അവരുടെ ഒത്തൊരുമ നമ്മൾ നോക്കണം. അതെ, ഒത്തൊരുമ തന്നെയാണ് ഇവിടെ മൊത്തത്തില്. ഓക്കെ ശരി, എരിവ് ആവാണ്ടിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ പ്ലീസ്. Okay, who was the one who first wanted to make the relationship official? Yes, who was the one who first wanted to make the relationship official? It was Chachin. Okay ശരി, അവിടെ ഒരു ഡിസ്പാരിറ്റി ഒന്നുമില്ല. ഫൈൻ, അപ്പോൾ നമ്മൾ അതിനകത്ത് കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. നെക്സ്റ്റ് വൺ. ഓക്കെ, who is the best gift giver? ആരാണ് ഏറ്റവും നല്ല എന്താ പറയാ ഗിഫ്റ്റ് നൽകുന്ന വ്യക്തി? ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത്, ഞാൻ തന്നെ ഡയറക്ട് ചെയ്ത്, ഞാൻ തന്നെ അഭിനയിച്ച് പടം ഇറക്കും എന്ന് പറഞ്ഞ പോലെയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്ലീസ് രഞ്ജു. Who is the better secret keeper? Obviously പെണ്ണല്ലേ, അല്ലേ? എന്താണ് അങ്ങനെ ഒരു ടോക്ക്? അങ്ങനെ ഒരു ടോക്ക് പാടില്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ ശരി ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കട്ടെ. Who forgets important dates like birthdays, anniversaries, etc. more? അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാം. ഓക്കെ ഫൈൻ, അത് നീതുവാണ് എന്നാണ് അവരെ ഐക്യ കണ്ടേന. തിരിച്ചാണ് വരേണ്ടത്. ഇനി ഞാൻ പറഞ്ഞ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിപ്പോ, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. രഞ്ജു തന്നെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് സംഭവിച്ചു കൊടുക്കാമല്ലോ. ശരി, നെക്സ്റ്റ് വൺ. Who is more short tempered? അവർ തമ്മിൽ കോമ്പറ്റീഷൻ ആണ്, അവർ തമ്മിൽ ഫൈറ്റ് ആണ്. ഞാൻ ജയിക്കുമെന്ന് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്നു. എന്താണ് എക്സ്പ്ലനേഷൻ? അപ്പോൾ എക്സ്പ്ലനേഷൻ ഒന്ന് ജയ പറഞ്ഞിട്ട് നീതുവിന്റെ അടുത്ത് ചോദിക്കുക. അല്ലാതെ നീതു പറഞ്ഞിട്ട് ജയ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ശരിയാണെന്ന് പറയും. അതെ ഓ, അതിന് അങ്ങനെയല്ലല്ലോ ഷൂ ഒക്കെ. അങ്ങനെയല്ല, രണ്ടുപേരായിരുന്നു ഇവിടെ ഫൗൾ കാണിച്ചു കഴിഞ്ഞാൽ ഇറക്കി അവിടെ ഇരിക്കണം. ഓക്കെ, അപ്പൊ നീതുവിനോട് ധൈര്യം ഇല്ല, അത് പോട്ടെ. എന്തായാലും പറഞ്ഞു, ഏതായാലും മരണം ഉറപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പെങ്ങളല്ല. ഓക്കെ, നീതുവിന്റെ ബ്രദർ പറയുന്നത് ചെരുപ്പ് മാറി ഒരു അടി പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്പാരിറ്റീസ് ഉണ്ടാവുന്നതാണ്. എനിവേസ്, നീതുവിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു. അറിയില്ല.
നീതുവിന് അറിയില്ല. ഓക്കെ, ശരി. എന്നാൽ നമുക്ക് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അന്വേഷിക്കാം. ആരുടെ പല്ലാണോ കൊഴിഞ്ഞത്, അപ്പൊ നമുക്ക് ഉത്തരം കിട്ടുമല്ലോ. ഓക്കെ ഓക്കെ അല്ലേ അത്? നെക്സ്റ്റ് വൺ പ്ലീസ്, രഞ്ജു. Okay. Who told their family about their relationship first? Who told their family about their relationship first? It was Jay. Okay. Congratulations, Jay. നീ അനങ്ങിയില്ലായിരുന്നെങ്കിൽ ഇവൾ അനങ്ങുമായിരുന്നോ എന്നുള്ളത്. Okay, fine. Next one. Who has the better sense of humor? Who has the better sense of humor? സമ്മതിച്ചു കൊടുക്കാം. അതിനെനിക്കൊരു എതിരഭിപ്രായം ഉണ്ട്. അത് ജയ ആണെന്ന് ഞാൻ പറയും. കാരണം പുള്ളി എന്ത് ചെയ്താലും ഹ്യൂമർ, പുള്ളി എന്ത് സീരിയസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഹ്യൂമറായി മാറുന്ന ഒരു വ്യക്തിത്വമാണെന്ന് ഞാൻ പറയുന്നു. ചുമ്മാ ജസ്റ്റ് ജോക്കിംഗ് കേട്ടോ. വെരി നൈസ് പേഴ്സൺ. ഹ്യൂമറിൽ ചളിയടിയും ഉൾപ്പെടും. ഉൾപ്പെടുത്തുമെങ്കിൽ എന്തായാലും ജയിക്ക് എന്നെ പ്രൈസ് കിട്ടും. അന്നേരം ചെയ്യും. എന്റെ പെങ്ങളല്ലേ, അങ്ങനെ കുറ്റം പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഞാൻ വായിക്കട്ടെ. Who is more likely to plan surprises? It is Jay. Okay, ഒരു വലിയ കയ്യടി കൊടുക്കാം. ഇവർ വളരെ ഭംഗിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ വലിയ ഡിസ്പാരിറ്റീസ് ഒന്നും നമുക്ക് ഇതുവരെയും പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബ്രൈറ്റ് ടു ബി എന്താണ് പറയേണ്ടത്? സർപ്രൈസ്. യെസ്. ബ്രൈറ്റ് ടു ബി ഫംഗ്ഷൻ സർപ്രൈസ്. നീതു ഞെട്ടിത്തരിച്ചു നിന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു എന്നാണ് നീതുവിന്റെ ഫംഗ്ഷൻ. കറക്റ്റ് അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, കാരണം പറഞ്ഞു വെച്ചിട്ട് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായി തീരുമെന്ന് ജയിക്കറിയാമായിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതൊരു പ്രശ്നമാവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണോ? അങ്ങനെയാണോ? Who is the boss in the relationship? Who is the boss? ഹമാരാ പെങ്ങൾ. എനിക്ക് ആ ഉത്തരം ഇഷ്ടപ്പെട്ടു. ഓ, അത് എന്തോ ഒരു ഫെമിനിസ്റ്റ് ഉത്തരം പോലെ തോന്നിയോ? അയ്യോ, അങ്ങനെയല്ല. ചുമ്മാ പറഞ്ഞതാണ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ, രഞ്ജു. Who talks more on phone? Who talks more on phone? ഡിസ്പാരിറ്റി. അവിടെ ഒരു ഡിസ്പാരിറ്റി വന്നിട്ടുണ്ട്. ജയ പറയുന്നു ജയ ആണെന്ന്, നീതു പറയുന്നു നീതു ആണ്. അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? വിളിക്കുന്നവരേ ഉള്ളൂ ജയ. അത് കഴിഞ്ഞാൽ ഞാൻ നിർത്താതെ സംസാരിക്കുന്നു. അത് കഴിയുമ്പോ എന്തിനു വിളിച്ചു എന്നായിരിക്കും. അങ്ങനെയാണോ? അങ്ങനെയല്ല കേട്ടോ. ശരി, നെക്സ്റ്റ് വൺ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഈസ് മോർ ഫൂഡി ആയിട്ടുള്ള വ്യക്തി ആരാണ്? മോർ. ഇറ്റ് ഈസ് ജെ. ഓക്കെ, നോ ഡിസ്പാരിറ്റി അഗൈൻ. വൺസ് അഗൈൻ ദാറ്റ്സ് വെരി നൈസ്. പക്ഷേ ഇല്ല, കറക്റ്റാ. അടുത്ത ക്വസ്റ്റ്യൻ എന്തിന് ഇൻക്ലൂഡ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുത്തരം എനിക്കറിയാം. അത് ചോദ്യം ചോദിച്ചോ? ചേച്ചി ചിലപ്പോ നാണം കെടുവേ. എന്തായാലും നാണം കെടും. Who skips bathing more often? നീതു ആണ് ആഴ്ചയിൽ ഒരു തവണ കുളിക്കുന്നത്. നീതു. അവര് പറയട്ടെ. നിക്കി പറയുന്നത് ഒരാഴ്ചയിൽ കുളിക്കത്തില്ലെന്നാണ്. ഇപ്പൊ നീതു ഡെയിലി കുളിക്കുമെന്നാണ്. ഓക്കെ, ഓഫീസിൽ കയറിയതിനു ശേഷം നീതു നല്ല നടപ്പാണെന്നാണ് ജയും പറയുന്നത് അല്ലെ? അപ്പൊ ജയ ദിവസവും കുളിക്കുമോ? കുളിക്കണേ. മുല്ലപ്പൂമ്പൊടി ഏച്ചു കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം. ഓക്കെ, ഫൈൻ. അപ്പോ ഈ ഒരു സെഷൻ നമ്മൾ ഈ 18ാമത്തെ ക്വസ്റ്റ്യനോട് കൂടി റിയലി ഫണി അല്ലേ? വാസ് ഗ്രേറ്റ് ഫൺ ബിക്കോസ് നല്ല ഡിസ്പാരിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു കപ്പിൾ മുന്നേറുമെന്ന് തോന്നുന്നു ഇല്ലേ രഞ്ജു? 10-11 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഐ തിങ്ക് അതിനേക്കാളും കൂടുതൽ കറക്റ്റ് ആയിരുന്നു തോന്നുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 15 ക്വസ്റ്റ്യൻസ് അവര് സെയിം ആൻസേഴ്സ് ആയിരുന്നു. ഇനി അതിന്റെ നമ്മളെന്താ ഇൻവെസ്റ്റിഗേഷൻ പോസ്റ്റ്മോർട്ടം നടത്തും. ഓക്കെ, ശരി. അപ്പോ ഒന്നുകൂടി നിറ കയ്യടിയോടുകൂടി നമുക്ക് ഇവരെ അവരുടെ സീറ്റിലേക്ക് പറഞ്ഞിടാം. താങ്ക് യു നീതു, താങ്ക് യു ജെ. അടുത്ത ഗെയിം എന്ന് പറയുന്നത് the name is straw game. ഇങ്ങനെ പാസ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ എത്തണം. 5 മിനിറ്റ് ആണുള്ളത്. മാക്സിമം കപ്പ് എത്തിക്കുന്ന ആളാണ് വിന്നർ ആവുന്നത്.
പോവാണ്. ഇനി നമുക്ക് വീണ്ടും ഒരു പാട്ടാണ് വരാനുള്ളത് അല്ലെ. നേരത്തെ ഒരു ഗായകന്റെ സമ്മാനം കിട്ടിയെങ്കിൽ ഇനി നമുക്കൊരു ഗായികയുടെ സമ്മാനം. അടുത്ത ഒരു സോങ് കേൾക്കാം. ഓക്കെ, സ്വരാജിനെ വീണ്ടും നമ്മൾ ക്ഷണിക്കുകയാണ്. സ്വരാജ് ഫോർ ദ സെക്കൻഡ് ടൈം. മധുമാസം വിരിയണ് വിരിയണ് മനമാകെ കുളിരണ് കുളിരണ് തില്ലാന ഹേ തില്ലാന. മധുമാസം വിരിയണ് വിരിയണ് മനമാകെ കുളിരണ് കുളിരണ് തില്ലാന ഹേ തില്ലാന. ഉടലാകെ പൊതിയണ് പൊതിയണ് പുതുമഞ്ഞും കുടയണ് കുടയണ് തില്ലാന ഹേ തില്ലാന. തോണിപ്പാട്ടിൻ തീരത്ത് ഉറങ്ങും നേരത്ത് ആരാരോ കരുവളയിട്ടു അറിയാതെ കരളിൽ തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂ മുട്ടിട്ടു അവളൊരു താഴം പൂ മുട്ടിട്ട് അഴകിന് സിന്ദൂരം പൊട്ടിട്ട്. മധുമാസം വിരിയണ് വിരിയണ് മനമാകെ കുളിരണ് കുളിരണ് തില്ലാന ഹേ തില്ലാന തില്ലാന തില്ലാന. പടവുകളിൽ വന്നു പകലന്തി മയങ്ങിക്കൊണ്ടിരിപ്പാണോ കാവിലെ ഉത്സവം കൊടി കയറി നിന്റെ കാമന്റെ വേലയ്ക്കു വീണക്കൊണ്ടോ. പകലൊളി കടിയണ് തകിലടി മുറുകണ് തലമുടി വകയാൻ വാ കുളിരണ് പടരണ് കുറുമുടി കുറുകണ് കരിമിടി എഴുതാൻ വാ. പനിമതി ഉയരാണ് പലവഴി പൊതിയാണ് തീരകമതിണിയാൻ വാ. കവിതകൾ ഒഴുകണ് കനവുകൾ വിളകണ് കളകളമണിയാൻ വാ. ആരാ
കൂടാരത്തിൽ ആരാരോ കാതോർക്കുന്നു നീ എന്നീല കണ്ണിൽ മിന്നും താരപ്പൂമുട്ട് വിരിയണ താഴം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട് മധുമാസം വിരിയണ വിരിയണ മരമാകെ കുളിരൺ ഉടലാകെ പൊതിയണ പൊതിയണ പുതുമഞ്ഞും തുഴയണ തുഴയണ തില്ലാരാകെ തില്ലാര നിലവിടവഴിയിൽ ഇന്നും ഓർമ്മകൾ തിരിവച്ചു വിളിക്കുന്നു മോഹത്തിൻ കിളികളെ ഉണർത്തണ്ടേ തങ്കമോതിര ചിരി കൊണ്ടു മയക്കണ്ടേ ഒരു മിഴി തഴുകണ് കരിമിഴി അലിയണു മറുപടി ഇനി എന്ത് നിറ നിറ നിറയണു പറ പറ കവിയണു പുതു പുതു മലരമ്പ് മഴമഴ പൊഴിയണു മനസ്സുകൾ നിറയണു മതനു വഴിയെന്ത് തളിരൊടു തളരണ തരിവളയുടയണു പലതിലും അതിലുണ്ട് കൈവന്നോ സ്വർഗം മണ്ണിൽ ദൈവങ്ങൾ കാതുക്കുന്നു നീ എന്നീല കണ്ണിൽ മിന്നും താരപ്പൂമുട്ട് വിരിയണ താഴം പൂമുട്ട് അഴകിൽ സിന്ദൂരപ്പൊട്ട് മധുമാസം വിരിയണ വിരിയണ മരമാകെ കുളിരണ കുളിരണ ഉടലാകെ പൊതിയണ പൊതിയണ പുതുമഞ്ഞും കുഴയണ കുഴയണ തില്ലാരാഹേ തില്ലാര തോണിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരോ കരുവിളയിട്ടു അറിയാതെ കരളിൽ തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂമൊട്ട് വിരിയണ താഴം പൂമൊട്ട് അവളൊരു സിന്ദൂരം തൊട്ട് മധുമാസം വിരിയണ വിരിയണ മരമാകെ കുളിരണ കുളിരണ തില്ലാരാഹേ തില്ലാര ഉടലാകെ പൊതിയണ പൊതിയണ പുതുമഞ്ഞും കുഴയണ കുഴയണ തില്ലാരാഹേ തില്ലാരാ. ബ്രൈഡിന്റെ ടീമിന്റെ വക ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ഇനി ഉള്ളത്. ഓക്കെ, അപ്പോ അതിലേക്ക് എല്ലാവരുടെയും കണ്ണുകളെ ഒന്ന് സ്വീകരിക്കുകയാണ്, കാതുകളെ ഒന്ന് സ്വീകരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. तू होगी 1 2 2 कुड़िए what to do ओ हो गई मुंडे दी पतंगा वर्गी तू एवें उड्डी दी ओ हो गई मुंडे दी हिलाते चलदी टुक टुक तू करदी मेकअप तू करदी अंग्रेजी पढ़दी गिट पिट तू करदी जिम्मे कोई न सादी विक्टोरिया तू कंटी बिग बैन दी पूरा लंदन ठुमकदा ओ जदों नचे पैन दी पूरा लंदन ठुमकदा तू कंटी बिग बैन दी पूरा लंदन ठुमकदा ओ जदों नचे पैन दी पूरा लंदन ठुमकदा ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുളി തുളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ മിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞടയാൽ പൊതിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാദ്യങ്ങളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ ഭീഗി 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 love you baby hey biggie 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 love you baby ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുളി തുളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ മിന്നലെറിഞ്ഞാട്ടെ പഴം കസ്തൂരി മമ്പഴം കണ്ണ് രണ്ടും കൊടുത്തൂലേ തുണി ചുരുക്കുടം പള്ളി മഴക്കര എന്നെ വന്നു വിളിക്കൂല കാര
काली कमली वाले को याद करके तेरे काले काले नैनों की कसम खाते हैं। ओ तेरे काले काले नैनों की बनाए रे तू, तेरे काले काले नैनों को तुम्हारे रे तू। तेरी जान उदास है हो जो के प्यास है, हजार हजार हजार। ओ तेरी बातों में भी नाम की खुशबू, ओ तेरा नाम भी गर्मी यकीन। ओ तेरी बातों में भी नाम की खुशबू, ओ तेरा नाम भी गर्मी यकीन। गजरा रे गजरा रे गजरा रे तेरे काले काले नैना। गजरा रे गजरा रे तेरे काले काले नैना। ओ तेरे नैना तेरे नैना तेरे नैना जुड़वा नैना। तेरे नैना तेरे नैना तेरे नैना जुड़वा नैना। ओ तेरे नैना तेरे नैना तेरे नैना में चुपके रहना। तेरे नैना तेरे नैना तेरे नैना में चुपके रहना। നാളേറെ കാത്തിട്ടും നീ വന്നില്ല, ഓടിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ചില്ലം ചില്ലാല. മാറത്തെ മൈനെ നീ തേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ടേ മേഘത്തുവാല വാടാനി ഞാനില്ലേ ജില്ലം ജില്ല मुंडा थोड़ा ऑफ बीट है पर कुड़ियां थे नाल बहुत स्वीट है। मुंडा थोड़ा ऑफ बीट है पर कुड़ियां थे नाल बहुत स्वीट है। ढोंगी सा ये बड़ा ढीठ है, वायरल हो गया ये ट्वीट पर। फूल फूल करने में फूल तो बड़ी तेज कटारी है। शगन तेरी के लगन तेरी की हमने कर दी तैयारी है। बुझ गए ने सारे रंग मिल के आज हिलके डुल के ले सारे के सारे नजारे। बुझ गए ने सारे रंग मिल के आज हिलके डुल के ले सारे के सारे नजारे। खजबानों गाने നീനാദ സ്വരം പോലെ വന്ന നീനാദ സ്വരം പോലെ വന്ന മാവി കമലം നാന. നീയേഴ് സ്വരം പോലെ വന്ന എട്ട സ്വരം നാന, എട്ട സ്വരം നാന. വെൺപുലരികൾ പൊൻകസവിടുമിന്ദ്ര നീലമേഘമെന്റെ ദൂതുപോയ ഹംസമായി. മഞ്ഞൊഴുകിയ മഞ്ചിമിഴിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്രിയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമന മൊഴി നിരയുകയായി. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണറിയരുതേ. ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ.
കുട്ടിങ്ങളെ കുട്ടിങ്ങളെ ഇനിയൊടി കണ്ണെറിയരുതേ. പഴുത്തുകൊണ്ട് നാണത്തെ കോട്ടയ്ക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഒന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി നിനക്കു വെണ്ണിലാവ് പാക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ. താരകന്റെ കണ്ണു വെച്ച പാരിജാതമല്ലേ, താരകന്റെ കൂടെ വെഞ്ഞ പഞ്ചവർണ്ണമല്ലേ, പൊങ്കമെന്റെ കൽക്കവന്ന പുണ്യം നിങ്ങൾക്ക് കുറുമ്പി എന്റെ സ്നേഹിതയാണ്.
Thank you.